കായംകുളം എം.എൽ.എ. യു പ്രതിഭയുടെ മകൻ 90 ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ്. കുട്ടനാട് എക്സൈസ് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തുക്കളായ 9 പേരും പിടിയിലായി. നമസ്കാരം, ഞാൻ പ്രതിഭയാണ്. ഇപ്പം കുറേ ഫോൺ കോൾസ് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ്റെ ഒരു വിവരം അന്വേഷിച്ചുകൊണ്ട്. അപ്പം മനുഷ്യൻ്റെ മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച്, എല്ലാ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് പേരെങ്കിലും ഉണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് 24-ലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു. കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പലപ്പോഴായിട്ട് ഇവര് പലര് കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളും എനിക്ക് ഉണ്ടാവുന്നതും സ്വാഭാവികമാണ്. തന്നെയും തൻ്റെ മകനെയും മനഃപൂർവ്വം ശത്രുക്കളും മാധ്യമ പ്രവർത്തകരും കുടുക്കി എന്നാണ് യു പ്രതിഭ എം.എൽ.എ. പറയുന്നത്. കഴിഞ്ഞ ദിവസം വാർത്ത വന്നു, കായംകുളം എം.എൽ.എ. യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി. അതിനെ തുടർന്ന് മിനിറ്റുകൾക്ക് ശേഷം വാർത്തകളിൽ വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചു. ആദ്യം കഞ്ചാവിന്റെ അളവ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി തീരെ ചെറിയൊരു അളവാണ് പിന്നീട് വന്ന മിനിറ്റുകൾക്ക് ശേഷമുള്ള വാർത്തയിൽ കണ്ടത്. അതുകൂടാതെ ഈ യുവാവ് കൈവശം കഞ്ചാവ് സൂക്ഷിച്ചിരുന്നില്ല, ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. കൂട്ടുകാർക്കൊപ്പം ഒരു പാലത്തിനടിയിൽ 9ഓളം യുവാക്കളോടൊപ്പം ഒന്നിച്ചിരുന്ന് ഇവരെല്ലാവരും ചേർന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിലാണ് എക്സൈസ് പിടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ വാർത്തകൾ ഏതാനും മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ യു പ്രതിഭ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുകയായിരുന്നു. അത് 2 ചാനലുകാർക്ക് മാത്രമാണ് ഇവർ ബൈറ്റ് കൊടുത്തത്. അന്ന് വാർത്ത എന്താ? കഞ്ചാവുമായി എം.എൽ.എ. പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ്. ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത്. അവർ പറഞ്ഞത് എന്തുകൊണ്ട് കായംകുളം എം.എൽ.എയുടെ മകൻ കഞ്ചാവുമായി പിടിക്കപ്പെട്ടു എന്ന്. മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു, അതിൽ മാത്രമാണ് ഞാൻ വിയോജിക്കുന്നത്. എൻ്റെ മകൻ അത് ഉപയോഗിച്ചെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ പറയുന്ന ആളാണ് ഞാൻ. മാത്രമല്ല, ലഹരിക്കെതിരെ ക്യാമ്പയിനുകൾ നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ, സജീവമായി ഇതിനെതിരെ പോരാടുന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ തുടർച്ചയായി ഇവർ പറയുന്നത് എന്തുകൊണ്ട് എം.എൽ.എയുടെ മകൻ എന്ന് മാധ്യമങ്ങൾ ഊന്നി പറഞ്ഞു. അപ്പോൾ അതൊരു വേട്ടയാടൽ അല്ലേ? വളരെ തരം താഴ്ന്ന ഒരു തരം മാധ്യമ പ്രവർത്തനമല്ലേ നടത്തിയത്? അതുകൊണ്ട് ഈ വാർത്ത ഇങ്ങനെ പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, നിയമപരമായിട്ട് മുന്നോട്ടു പോകും എന്നൊക്കെ ഇവർ പറഞ്ഞ് അവസാനം പറഞ്ഞു വന്നപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ട 2 പ്രമുഖ വാർത്താ ചാനലുകളും ഈ വാർത്ത പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന് വരെ പറഞ്ഞു. അഭ്യർത്ഥിക്കാനുള്ളത് ആ വാർത്ത പിൻവലിക്കണം, ഖേദം പ്രകടിപ്പിക്കണം എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവർ വളരെ നിസാരമായിട്ട് പറയുന്നത് കേട്ട് ഇതൊരു നാട്ടിൻ പുറമാണ്, കുട്ടികളെല്ലാം കൂടി രാത്രിയിൽ കൂടിയിരുന്ന് ഗ്രീൻ ടീ ഒക്കെ പാലത്തിനടിയിൽ ഇരുന്ന് കുടിക്കുന്ന പതിവുണ്ട്. അതൊന്നും നമുക്ക് വിലക്കാൻ പറ്റില്ലല്ലോ, അവരെയൊന്നും പിടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും ഔചിത്യം നമുക്ക് മനസ്സിലായിട്ടില്ല. അത് പിന്നെ പോട്ടെ, ഇവർ ഈ പറയുന്നുണ്ടല്ലോ എം.എൽ.എയുടെ മകൻ എന്ന് ഊന്നി പറഞ്ഞതാണ് ഇവർക്ക് ഏറെ വേദനിച്ച ഒരു കാര്യം. ഇവർക്ക് അതിനോട് മാത്രമാണ് വിയോജിപ്പെന്ന്. ഇവരുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിൻ്റെ അളിയൻ്റെ സഹോദരി മരണപ്പെട്ടാലും എം.എൽ.എയുടെ എന്ന് ചേർത്താണ് ആ മരണപത്രം വരുന്നത്. ഇവരുടെ ഒരു മകൻ ഡോക്ടറേറ്റോ അല്ലെങ്കിൽ IAS എടുത്തു എന്ന് വെച്ചോ എം.എൽ.എയുടെ മകൻ എന്നുള്ളത് വരും. ഇവരുടെ മക്കൾ ആരെങ്കിലും വിവാഹിതരായെന്ന് വെച്ചോ മന്ത്രിയുടെയോ എം.എൽ.എയുടെയോ ആരുടെയെങ്കിലും മന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ ഇന്ന എം.എൽ.എയുടെ മകൻ വിവാഹിതനായി എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ വക കാര്യങ്ങളൊന്നും ഒരു വിയോജിപ്പില്ല. പക്ഷേ ഒരു ലഹരി കേസ് വന്നപ്പോൾ എന്തുകൊണ്ട് എം.എൽ.എയുടെ മകൻ എന്ന് പറഞ്ഞു? അപ്പോൾ ഇത് രാഷ്ട്രീയ വിരോധം തീർക്കാനല്ലേ എന്ന്. അത് മാത്രമല്ല, 9ഓളം യുവാക്കൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ എം.എൽ.എയുടെ മകനല്ലാതെ അപ്പോൾ ഇവരുടെ ആരുടെയും രക്ഷാകർത്താക്കൾക്ക് ഇങ്ങനെ ഒരു ചാനലിൽ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ലല്ലോ. അവർക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം മാധ്യമങ്ങളും അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ. ഇനി നിരപരാധികൾ ആണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ വന്നു നിന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ എം.എൽ.എയുടെ എന്ന പദവി അവർ ഉപയോഗപ്പെടുത്തുക തന്നെയല്ലേ ഇക്കാര്യത്തിലും ചെയ്തത്? എൻ്റെ മകൻ നിരപരാധിയാണ്, അല്ലെങ്കിൽ എൻ്റെ മകനെക്കുറിച്ച് എം.എൽ.എയുടെ മകൻ എന്നൊരു വാർത്ത എന്തിനു വിട്ടു എന്ന രീതിയിൽ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഇവർക്ക് സംസാരിക്കാൻ എങ്ങനെ കഴിഞ്ഞു?
ആ ഒരു പദവി ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ പദവികൾ ഉപയോഗിക്കുകയും എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ആ പദവിയെ സംബന്ധിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് ഒരു വാർത്ത വരുമ്പോൾ അതിനെ ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യുന്നത് ഉചിതമല്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പൊതുവായി അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഈ കഞ്ചാവ് ആണെങ്കിലും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെയോ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. MDMA പോലുള്ള മറ്റേത് ലഹരി വസ്തു ആണെങ്കിലും കയ്യിൽ വെച്ചാലും അത് വിറ്റാലും വാങ്ങിയാലും ഉപയോഗിച്ചാലും കൃഷി ചെയ്താലും ഒക്കെ കുറ്റക്കാരായിട്ടുള്ള കാര്യമാണ്. സ്റ്റേഷൻ ജാമ്യം എന്നൊരു സാധനത്തിന് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു വകുപ്പാണ്. ഇതൊരു കേസാണ്, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസ്. അപ്പോൾ ഈ MLAയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ സ്റ്റേഷൻ ജാമ്യത്തിന് വിട്ടു എന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് വളരെ കുറഞ്ഞ അളവിലുള്ള 3 ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത് എന്നാണ്. 1 ഗ്രാം ആണെങ്കിലും 10 കിലോ ആണെങ്കിലും ഈ ലഹരി വസ്തുക്കൾ കയ്യിൽ സൂക്ഷിച്ചാൽ കുറഞ്ഞത് 6 മാസത്തെയെങ്കിലും തടവ് ശിക്ഷ കൊടുക്കാനുള്ള വകുപ്പൊക്കെ നമ്മുടെ നിയമം ഇവിടെ അനുശാസിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരു തുക പിഴയും അടക്കണം. അതുപോലെ ഈ ജയിൽ ശിക്ഷയും ഈ പിഴയും ഒന്നിച്ചും വന്നേക്കാം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ഏതൊരു ലഹരി വസ്തുക്കളുമായിട്ട് ബന്ധമുള്ള കേസ് ആണെങ്കിലും അത് നോൺ അവൈലബിൾ ഒഫൻസ് ആണ്, ജാമ്യമില്ലാത്ത കേസാണ്. സ്റ്റേഷൻ ജാമ്യം എന്നൊന്നും ഉള്ളതായിട്ട് ഇതുവരെ എൻ്റെ അറിവിലില്ല. ഈ ലഹരി വസ്തുക്കളുടെ അളവിനെ തന്നെ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ട്, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ട്, ലെസ് ദാൻ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൽ ഏതാണെങ്കിലും എത്ര ഗ്രാം ആണെങ്കിലും എത്ര കിലോ ആണെങ്കിലും കൈവശം സൂക്ഷിച്ചാലും ഉപയോഗിച്ചാലുമൊക്കെ ഏതാണെങ്കിലും തടവ് ശിക്ഷ അത് ഉറപ്പായിട്ടുള്ള ഒരു വകുപ്പാണ്. അത് മാത്രമല്ല ഈ ഉപയോഗിച്ച ലഹരി ഏതാണ് എന്നത് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥരോ പോലീസുകാരോ ഒക്കെ വരുത്തിയാലും അതിൽ ആ ശിക്ഷയിൽ ആ ഇളവുകളൊക്കെ ഉണ്ടാകും. പിന്നെ ഓരോ ലഹരി വസ്തുക്കളുടെയും ലഹരി അനുസരിച്ച് അതിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റിയിലും അതിൻ്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലും ഒക്കെ മാറ്റം വരും. ഇപ്പോൾ കഞ്ചാവിനെ സംബന്ധിച്ച് 1 കിലോഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കുന്നതെങ്കിൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി 20 കിലോഗ്രാം ആണ്. പക്ഷേ MDMA അങ്ങനെയല്ല. ഒരു MDMAയുടെ 0.5 ഗ്രാം ആണ് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്, 10 ഗ്രാം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണ്. ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത് ഓരോ ലഹരി വസ്തുക്കളും ഏതാണ് എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ശിക്ഷ നിർണ്ണയിക്കപ്പെടുന്നത്. ഏതായാലും ഇതിപ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടി. ഇന്നലെ ഈ വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ ഊഹിച്ചതാണ് ഇന്ന് കഞ്ചാവ് എന്നുള്ളത് നാളെ കമ്മ്യൂണിസ്റ്റ് പച്ചയാകുമെന്ന്. അതിനകത്തൊന്നും നമുക്ക് സംശയം ഇല്ലായിരുന്നു. ആദ്യം 90 ഗ്രാം എന്നൊക്കെ പറഞ്ഞു, പിന്നീട് അത് 3 ഗ്രാമായി. അതൊക്കെ ആകുമെന്നും പിന്നെ ഈ 3 ഗ്രാം ആവിയായി പോകാനും ഒന്നും താമസമില്ല. ഇനിയിപ്പോൾ ഇതിനെ സംബന്ധിച്ച വാർത്തകളൊന്നും പുറത്തു വരാനും സാധ്യതയില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് പിടികൂടിയത് ഒരു മുറുക്കാൻ പൊതിയാണെന്ന് വരെ നമ്മൾ കേൾക്കേണ്ടിയും വന്നേക്കാം. അതിലൊന്നും അതിശയമില്ല. പക്ഷേ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇത് മാത്രമാണ്. എന്തെങ്കിലും തങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ അപ്പോൾ മാത്രം തങ്ങളുടെ പദവിയെ വേട്ടയാടുകയാണ്, തങ്ങളോട് രാഷ്ട്രീയ വിരോധം കാട്ടുകയാണ് എന്ന് പറഞ്ഞ് മറ്റു പല കാര്യങ്ങൾക്കും പല ആനുകൂല്യങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമായി ആ പദവിയുടെ പേരിനെയുമൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് ശരിയായ നടപടിയല്ല. പിന്നെ ഇത്തരം വാർത്തകൾ പുറത്തുവിടുമ്പോൾ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു കളയുമെന്നൊക്കെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണിനോട് ഭീഷണി മുഴക്കുന്നതും നേതാക്കൾക്ക് ചേർന്ന പരിപാടിയല്ല.